എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ എവ്ലിൻ ജോർജ്, MBBS MD സൈക്യാട്രി, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ് ഞാൻ. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അൾസൈമേഴ്സ് ഡിമെൻഷ്യ ഇതിനെക്കുറിച്ചാണ്. അൾസൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറിനെയും നമ്മുടെ ചിന്തേനെയും ഒക്കെ പയ്യെ പയ്യെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ബ്രെയിൻ ഡിസീസാണ് അൾസൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇതിന്റെ മുന്നോടിയായിട്ട് നമുക്കൊരു 10 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾക്ക് അൾസൈമേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട് ഒരു 10 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതുമാണ് മെമ്മറി ലോസ്, അതായത് നമ്മളുടെ ഓർമ്മക്കുറവ് തന്നെ. ഓർമ്മക്കുറവ് എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഓർമ്മക്കുറവൊന്നും ആയിരിക്കില്ല. ചെറിയൊരു രീതിയിലോട്ടുള്ള ഒരു ഓർമ്മക്കുറവായിരിക്കും. നമ്മൾ വെച്ചത് എവിടെയാന്നൊക്കെ മറന്നു പോവുക. അപ്പോൾ എവിടെയാണ് നമ്മൾ വെച്ചത്, നമ്മൾ താക്കോൽ എടുത്തു, വണ്ടിയുടെ താക്കോൽ ഇപ്പൊ എടുത്തു വെച്ചു, അത് എവിടെയാണ് എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളത്. അത് പിന്നെ ആദ്യമൊക്കെ ഉള്ള മറവികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടുപ്പമുള്ള ഏറ്റവും അടുത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇന്ന് നടന്ന കാര്യങ്ങളാണ് കുറച്ചു നാൾ മുന്നേ നടന്ന കാര്യങ്ങളെക്കാളും എളുപ്പം മറക്കുക. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് നമ്മൾ പൊതുവേ നല്ല ഒരു കാര്യത്തിൽ നമുക്ക് അതിലൊരു മുന്നോടിയായിട്ട് നമ്മൾ നിൽക്കുന്നയാളായിരിക്കാം. അതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പുറകിലോട്ട് വരിക. ഈ ആസൂത്രണം ചെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്കും വലിയ ആസൂത്രണമൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഒരു ദിവസവും ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ദിവസവും നമ്മൾ കറി എന്താ വെക്കുന്നത്, ആ കറി എന്താ വെക്കുന്നത്, ആ റെസിപ്പി നമ്മൾ മറന്നുപോകും. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇനി എന്താ ഇടുന്നത്, ഉപ്പ് ഇത്രയോ മതിയോ, അത് ഉപ്പിട്ടോ എന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള മറവികൾ, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ അതും പൂർത്തീകരിക്കാനായിട്ട് അൾസൈമേഴ്സ് ഡിമെൻഷ്യയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സാധാരണ പോകുന്ന വഴിയായിരിക്കാം, ഇന്ന് സ്കൂട്ടറിന് പോകുന്നതാ, വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ ഓർക്കുക ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എൻ്റെ വീട്ടിലോട്ട് തിരിയുക, ഒരു മറവി. സിനിമയിൽ പോലും നമ്മൾ ഇത് കാണാറുണ്ട്. അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമോ സ്ഥലമോ സംബന്ധിച്ചിട്ടുള്ള ആശയക്കുഴപ്പം. ഇതിപ്പോ ഇന്ന് ചൊവ്വാഴ്ചയാണോ അതോ ഇന്ന് ബുധനാഴ്ചയാണോ, അതാണ് ഒരു ആശയക്കുഴപ്പമായിട്ട് ആളുകൾക്ക് കാണാവുന്നത്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതിലോ എഴുതുന്നതിലോ പതുക്കെയായിട്ട് മുന്നേ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ. വെച്ചാൽ നമ്മൾക്ക് വാച്ച് കണ്ടു, എന്താ ഇതെനിക്ക് വാച്ച് വേണം എന്ന് കടയിൽ പോയി പറയാനായിട്ട് വാച്ച് എന്നുള്ള ആ വാക്ക് കിട്ടില്ല. വാക്ക് അറിയാം, പക്ഷെ അത് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ നമ്മൾക്ക് ക്ലോക്ക് എന്ന് തന്നെ പറഞ്ഞു കാണും ഈ വാച്ചിനായിട്ട്. ഉദ്ദേശിക്കുന്നത് വാച്ചാണെങ്കിലും ആ വാക്ക് കിട്ടാത്തത് കൊണ്ട് അതിനെ വേറൊരു വാക്കായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആറാമത്തെ ഒരു പ്രശ്നം കാണുക എന്നുള്ളത് സാധനങ്ങൾ എവിടെ വെച്ചു എന്നുള്ളത് അങ്ങേയറ്റം മറന്നു പോവുകയും ചിലപ്പോൾ അതങ്ങനെ ഓർമ്മ കിട്ടാനിട്ട് അതിന് വേറെ ആരെങ്കിലും എടുത്തു എന്ന് പറയുകയും ചെയ്യാം. പതിവായിട്ട് കാശ് വെക്കുന്നതാണെന്ന് വിചാരിക്കുക. കാശ് വെക്കുന്നത് അവർ പതിവായിട്ട് വെക്കുന്ന ആ മേശയിൽ നിന്നും അവർ മറന്നു പോയിട്ട് അവർ നേരെ കയറി വരുന്ന തന്നെ ആ പടിയിലോട്ട് വെക്കുക. പടിയിലോട്ട് വെച്ചു എന്നുള്ളത് അവർ മറന്നു പോകുന്നു, പക്ഷെ അവരുടെ മനസ്സിൽ പതിവായിട്ടിരിക്കുന്ന ആ മേശപ്പുറത്ത് തന്നെ വെച്ചു എന്നാ. അപ്പൊ പിന്നെ ആരോപണങ്ങൾ ഉണ്ടാവും, നീ ആ പൈസ എൻ്റെ എടുത്തില്ലേ, നീ എടുത്തത് തന്നെയാണ്, ഞാൻ അവിടെ എന്തായാലും കൊണ്ടുവന്ന് വെച്ചതാണ്. അങ്ങനത്തെ ചില ആരോപണങ്ങൾ ഉണ്ടാവും. അത് മറവിയുടെ പുറത്താണ്, അല്ലാതെ വേറെ അല്ല ഒരു ശത്രുത ഉണ്ടായിട്ടോ ഒന്നും ഉള്ള ഒരു ഏറ്റക്കുറച്ചിലായിട്ടുള്ള പറച്ചിലുകളൊന്നും അല്ലാതെ. നേരത്തെ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്യുന്ന ആൾക്കാർ, നല്ല ടിപ്പ് ടോപ്പായിട്ട് നടക്കുന്ന ആളുകളായിരിക്കാം. എന്നാൽ ഇപ്പോൾ കുറച്ച് ഷാബി ആയിട്ട് തേക്കാത്ത ഉടുപ്പിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അത് മുഷിഞ്ഞിട്ട് വീണ്ടും ഇടുക, അങ്ങനത്തെ നമ്മളുടെ വസ്ത്രധാരണത്തിൽ തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാവുക. എട്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയിലോ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക പ്രതിബദ്ധതകളിൽ നിന്നോ അവര് വിട്ടു നിൽക്കുകയാണുള്ളത്. ഈ വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ അവര് സാമൂഹികമായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് ഇടപെടുമ്പോൾ അവർക്ക് പേര് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ പെട്ടെന്ന് പേര് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് അവർ അല്പനേരം കഴിയുമ്പോൾ അവർക്ക് വിട്ടുപോകും, എന്താ സംസാരിച്ചെന്ന് ഓർമ്മ കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ അവര് പയ്യെ പയ്യെ അങ്ങ് ഉൾവലിയും. ഒമ്പതാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ സ്പേഷ്യൽ റിലേഷൻഷിപ്സ്, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ ഒരു നല്ല ഒരു എക്സാമ്പിൾ പറയുക എന്ന് പറയുന്നത് അഗെയിൻ ഡ്രൈവിംഗ് തന്നെയാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അവർക്ക് ഇത്ര ദൂരത്ത് പോയി ഒരു ഓവർടേക്ക് ചെയ്യാനായിട്ട് ഇത്ര സ്പീഡിൽ വേണം എടുക്കാനായിട്ട്, ഇത്ര ദൂരമാണ് എൻ്റെ മുമ്പിലുള്ള വണ്ടിക്ക് എന്നുള്ളതൊക്കെ ഒന്ന് അവർക്ക് തിട്ടപ്പെടുത്തി എടുത്ത് മനസ്സിലാക്കാനായിട്ടുള്ള പണ്ടത്തെ പോലത്തെ യാത്രവും പറ്റുന്നുണ്ടാവില്ല അൾസൈമേഴ്സ് ഡിമെൻഷ്യ വരുമ്പോൾ. പത്താമതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി സാധാരണയിൽ നിന്നും അയാളുടെ മൂഡ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അയാളുടെ വ്യക്തിത്വം തന്നെ നമുക്കൊരു മാറ്റം വന്ന പോലെ തോന്നാം.
നല്ല ചിയർഫുൾ ആയിട്ട് എപ്പോഴും സന്തോഷിച്ചിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം. അയാൾ പെട്ടെന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൂടിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. ചിലപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ആരോടും മിണ്ടാതിരിക്കുന്നത് പോലെ കാണാം. ഇങ്ങനെ ആ പതിവ് സ്വഭാവത്തിൽ നിന്നും പതിവ് മൂഡിൽ നിന്നും പെർസിസ്റ്റിംഗ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു വ്യത്യാസം വരിക. അതാണ് ഈ 10 ടിപ്സ് അൾസൈമേഴ്സ് ഡിമെൻഷ്യയിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം നമുക്ക് ഒരെണ്ണം ഡിസ്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ കെയർ ചെയ്യണ്ടേ ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യ ഉള്ള ആളുകളെ? അവരെങ്ങനെ നമുക്ക് കെയർ ചെയ്യാം, അല്ലെങ്കിൽ അവർ കെയർ ടേക്കേഴ്സിന് അവർക്ക് വേണ്ട കുറച്ച് ടിപ്സ് ആണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കെയർ ഗീവേഴ്സ് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ദിവസം തുടങ്ങി 2ാമത്തെ ദിവസം മൂർച്ഛിക്കുന്ന ഒരു തരത്തിലുള്ള അസുഖമല്ല. പയ്യെ പയ്യെ ഓർമ്മ മറിഞ്ഞ് അവരുടെ വ്യക്തിത്വമൊക്കെ മാറി അവരുടെ ചെയ്യാവുന്ന കഴിവുകളൊക്കെ പയ്യെ പയ്യെ ഒന്ന് കുറയുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ് അൾസൈമേഴ്സ് ഡിമെൻഷ്യ. ഇവരൊരു കുട്ടിയെ പോലെ അല്ല അതുകൊണ്ട് നമ്മൾ നോക്കുന്നത്. ഇവർ മുതിർന്നവരായിട്ട് തന്നെ വേണം നമ്മൾ ഇവരെ സമീപിക്കാനായിട്ട്. ഇവർക്ക് സംസാരിക്കുമ്പോൾ കൊച്ചുങ്ങളെ പോലെ സംസാരിക്കരുത്, മുതിർന്ന ആളായിട്ട് തന്നെ വേണം നമ്മൾ അംഗീകരിക്കാനായിട്ട്. ഇവർക്ക് എന്തായാലും ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്മറി ഡിറ്റോറിയേഷന് കുറച്ച് കുറവ് വരും, അല്ലെങ്കിൽ അത് പയ്യാണ്, ആ ഡിറ്റോറിയേഷന്റെ റേറ്റ് അല്പം കുറയും. ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക. എപ്പോഴാ എഴുന്നേക്കുന്നേ, എപ്പോഴാ കിടക്കുന്നേ, കുളിക്കുന്ന സമയം, ആഹാരം കഴിക്കുന്ന സമയം, മരുന്ന് കഴിക്കുന്ന സമയം, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു റുട്ടീൻ ഉണ്ടാക്കുക. സ്ഥിരമായിട്ട് ചെയ്യേണ്ടതാണ് റുട്ടീൻ. അത് സ്ഥിരമായിട്ട് ചെയ്യുക തന്നെ വേണം താനും. അവർക്കൊരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ കലണ്ടറിലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, എന്നാ ബാങ്കിൽ പോകേണ്ടത്, ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റ്, ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കെയർടേക്കർ തന്നെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡിമെൻഷ്യ ഉള്ള ഒരു വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവരോട് ദേഷ്യത്തിലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് കാമായിട്ട് നമ്മൾ സംസാരിക്കണം. അവർക്ക് റെസ്പെക്റ്റോട് കൂടി തന്നെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഒരു കാര്യം ചോദിച്ചൊരു 10 പ്രാവശ്യം ചോദിക്കുമായിരിക്കും, അറിഞ്ഞിട്ടല്ല, അവര് ഓർമ്മ കുറഞ്ഞിട്ടാണ് അവരത് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ചില വാക്യങ്ങൾ ഒഴിവാക്കുകയും വേണം. എന്റെ അച്ഛനോട് ഇത് പറഞ്ഞത് ഓർമ്മയില്ലേ, അങ്ങനത്തെ വാക്യങ്ങളും ഒഴിവാക്കുക. പകരം നമുക്ക് പറയാവുന്ന എത്രയും പ്രാവശ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നോട്ട്ബുക്സിലും കലണ്ടറിലും ഒക്കെ എഴുതിയിരിക്കുന്ന ക്ലൂസ് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്വന്തം കാര്യം സ്വയം ചെയ്യുക എന്ന് പറയുന്നത് കുളിക്കുന്നത് തുടങ്ങി നമ്മുടെ ബെഡ് എല്ലാം നീറ്റായിട്ട് വെക്കുന്നത്, പുതപ്പ് മടക്കി വെക്കുന്നത് എല്ലാം ആ കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇഷ്ടമുള്ള ചില കളികളായിരിക്കാം, ഇഷ്ടമുള്ള ചില സിനിമകള്, പാട്ടുകള്, അങ്ങനത്തെ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് അവരെ ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഓർക്കണം. അവര് മറന്നാലും അത് നമ്മളൊന്ന് ഓർത്തത് ചെയ്യണം. പിന്നെ ചില ഫോട്ടോസ് ഉണ്ടാവും, ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോസ്, ഒരു മക്കളുടെ കല്യാണത്തിന്റെ ഫോട്ടോസ്, കൊച്ചുമക്കളുടെ മാമോദിസ അല്ലെങ്കിൽ ചോറൂണ്, അങ്ങനത്തെ ഒരു ഫോട്ടോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിപ്പോഴും കാണുന്ന രീതിയിൽ നമ്മളുടെ വീടിലോ അവരുടെ മുറിയിലോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ഫോട്ടോസ് ഇടയ്ക്ക് നമ്മൾക്കും അവരെ ചൂണ്ടിക്കൊള്ളിക്കാം. ഇത് കൊച്ചുമോനല്ലേ, എന്റെ പേര് ഇങ്ങനെ അപ്പൂന്നല്ലേ നമ്മൾ വിളിക്കുന്നേ, ഇവനിപ്പോ 4 വയസ്സായി, അല്ലെങ്കിൽ ഇത് മോനല്ലേ, മോൻ ദുബായിലാണ്, മോന്റെ പേര് ഇതാണ്, മോന്റെ ഭാര്യ ഇതാണ്, മക്കൾ ഇത്ര പേരാണ് എന്നുള്ളത് ആ ഫോട്ടോസ് നോക്കി നമുക്ക് ഒരു ക്ലൂസ് ആയിട്ട് അവർക്ക് കൊടുക്കാം. മെഡിസിൻ പോലത്തെ കാര്യങ്ങൾ ഒരു അലാറം വെച്ച് സെറ്റ് ചെയ്യുക, അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫോണിൽ റിമൈൻഡേഴ്സ് ഒക്കെ വെച്ചിട്ട് അവർ തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബ്രെയിൻ ഡിസീസ് ആണ് അൾസൈമേഴ്സ്. ഓർമ്മക്കുറവിന്റെ കാര്യം മാത്രമല്ല, അസുഖം കൂടിക്കൂടി വരുമ്പോൾ അവർക്ക് നടക്കാനും ഇരിക്കാനും ടോയ്ലറ്റിൽ പോവാനും ഒക്കെ സഹായം വേണം. നമ്മുടെ വീട്ടില് അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷവും നമുക്ക് ഉണ്ടാക്കാം. പടികൾ കുറയ്ക്കുക, നമുക്ക് അവർക്ക് ഇരിക്കാനും കിടക്കാനും പാകത്തിന്, അവരുടെ ആ പൊക്കത്തിന് പാകത്തിനായിട്ടുള്ള ഒരു കട്ടിൽ ഉണ്ടാക്കുക, വീഴാത്ത രീതിയിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക, വാമായിട്ടുള്ള ഒരു കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ചെയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് കെയർ ഗീവേഴ്സിന് നമുക്ക് അൾസൈമേഴ്സ് രോഗിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കെയർ ഗീവേഴ്സിനും ഒരു കെയർ വേണം, അത് നിർബന്ധമാണ്. ഇന്നും നാളെയും കൊണ്ട് മൂർച്ഛിക്കുന്ന അസുഖമല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതേപോലെ നമ്മൾ ഒത്തിരി നാള് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യവും അൾസൈമേഴ്സ് ഡിമെൻഷ്യയോ അത് വേറെ ഡിമെൻഷ്യയോ ഉള്ള ആളുകളെ വേണം. അങ്ങനെ ഇരിക്കെ സാഹചര്യത്തില് കെയർ ഗീവർ എന്ന് പറയുന്നത് ഒരാളാകുന്നതിലും നല്ലത് വീട്ടില് എല്ലാവരും ഇദ്ദേഹത്തിന്റെ കെയറിനായിട്ട് മാറി മാറി നോക്കുക എന്നുള്ളത് നമ്മൾ വേണം.
കെയർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇടയ്ക്കുള്ള ഒരു ബ്രേക്ക്, ഇടയ്ക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവുക, എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസിൽ പോവുക, അവരുടെ ഉറക്കം, അവരുടെ ആഹാരം, അവരുടെ എക്സസൈസ്, ഇങ്ങനെ കെയർ ഗേവേഴ്സിനും ഉള്ള കെയർ ഒരിക്കലും ഡിമെൻഷ്യ കാര്യത്തിൽ മറക്കരുത്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. എല്ലാവരും ഇത് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ഡേ.